നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പഠിക്കുന്നുണ്ടല്ലോ ശരിക്ക് ഈ ശുചിത്വം എന്ന് പറയുന്ന സംഭവത്തിന്റെ ബാലപാഠങ്ങൾ, അല്ലെങ്കിൽ അത് തുടങ്ങുന്നത് വീട്ടിലാണ് എന്ന് എപ്പോഴും പറയും. പക്ഷെ നമ്മൾ പട്ടാമ്പി വീട്ടിലൊന്നും നിന്നിരുന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അധികം മനസ്സിലാക്കാനുള്ളൊരു അവസരം കിട്ടിയിരുന്നില്ല. കാരണം അതൊക്കെ നമ്മൾ അറിയാതെ തന്നെ വളരെ ഭംഗിയായി നടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒറ്റയ്ക്കൊരു ഫ്ലാറ്റ് എടുത്ത് കൊച്ചിയിലേക്ക് മാറിയപ്പോഴാണ് ശരിക്കും ഇതെന്താ പരിപാടി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി തുടങ്ങിയത്. കാരണം അവിടെ ഞാനും ഗോപികയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ സംഭവം വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു സംഭവമാണെന്നും ഇത് നമ്മൾ ശീലമാക്കിയാൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണെന്നും മനസ്സിലാക്കുന്നത് ഈ അടുത്ത കാലത്താണ്. അവിടെ കൃത്യമായിട്ട് ഇത് പറഞ്ഞ പോലെ ഈ പച്ച കളറിലും നീല കളറിലും ചുവപ്പ് കളറിലുമുള്ള കൃത്യമായിട്ടുള്ള ബക്കറ്റുകൾ വീട്ടിലുണ്ട്. ഈ ബക്കറ്റിൽ നമ്മൾ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും പേപ്പർ വേസ്റ്റും അതിനനുസരിച്ച് കൃത്യമായി നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാലിന്യം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ഇതൊരു നെറ്റ്വർക്കാണ്. ഇത് ഒറ്റയ്ക്ക് ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല. വീട്ടിലുള്ള നമ്മൾ വിചാരിക്കണം, ഇത് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന ശുചിത്വ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ വിചാരിക്കണം, അത് കഴിഞ്ഞിട്ട് ഇത് ഡിസ്പോസ് ചെയ്യുന്ന ആളുകൾ വിചാരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ അത് മൊത്തം തവിടുകൂടിയാവും. അതുകൊണ്ട് തന്നെ ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്.